എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. എ പ്ലസ് വിന്നേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 ബിസിനസ് സ്റ്റഡീസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ ജോയിന്റ് വെഞ്ചർ, മൂന്നാമത്തെ അധ്യായത്തിലെ ടോപ്പിക്കാണ്. അപ്പോൾ എ പ്ലസ് വിന്നേഴ്സിന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ എളുപ്പം ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ജോയിന്റ് വെഞ്ചർ ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നമ്മുടെ ടോപ്പിക്കിലേക്ക്, എന്താണ് ജോയിന്റ് വെഞ്ചർ? വെൻ two businesses agree to join together for a common purpose and mutual benefit, it is known as joint venture. രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ, അത് രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക. രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേരുന്നു, കോമൺ ആയിട്ട് അവരുടെ നേട്ടത്തിന് വേണ്ടി, അവരുടെ പ്രയോജനത്തിന് വേണ്ടി അവരൊരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ജോയിന്റ് വെഞ്ചർ. എ ജോയിന്റ് വെഞ്ചർ മേ ബി ബിറ്റ്വീൻ ബിസിനസ് ഓഫ് വിത്തിൻ ദ കൺട്രി ഓർ ബിറ്റ്വീൻ ടു കൺട്രീസ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതോ ഒരു രാജ്യത്തിനകത്തെ തമ്മിലുള്ളതോ ആയ രണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാക്കിയെടുക്കാം. മോർ ആൻഡ് മോർ കമ്പനീസ് ആർ അഡോപ്റ്റിംഗ് ദ ജോയിന്റ് വെഞ്ചർ അപ്രോച്ച് ആസ് എ പാർട്ട് ഓഫ് ദിയർ ഗ്രോത്ത് സ്ട്രാറ്റജി. അവരുടെ വളർച്ചയുടെ ഭാഗമായി പല കമ്പനികളും ഇപ്പോൾ ഇങ്ങനെ ജോയിന്റ് വെഞ്ചറായിട്ട് പ്രവർത്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. Joint venture helps to pool together resources and expertise of two or more companies to achieve a particular goal. ഒരു ഗോൾ, അവരുടെ പെർട്ടിക്കുലർ ഗോൾ നേടിയെടുക്കാൻ വേണ്ടി ഇവരുടെയും മറ്റ് ബിസിനസ് സ്ഥാപനത്തിൻ്റെയും റിസോഴ്സസിനെ ഒരുമിച്ചാക്കുകയും എക്സ്പെർട്ടൈസേഴ്സ്, കഴിവുള്ള ആളുകളുടെ കഴിവുകളെ ഒരുമിച്ചാക്കിയൊക്കെ ചെയ്തുകൊണ്ട് എന്തെല്ലാം ഒരുമിച്ചാക്കാമോ അതെല്ലാം ഒരുമിച്ചാക്കിക്കൊണ്ട് തന്നെ അവർ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദ റിസ്ക് ആൻഡ് റിവാർഡ് ഓഫ് ദ ബിസിനസ് ഓൾസോ ഷെയർഡ്. അത് മുഖാന്തരം ഉണ്ടാക്കിയെടുക്കുന്ന ലാഭവും അതുപോലെ നഷ്ടവും അവർ പങ്കിട്ടെടുക്കും. ദീസ് എന്റർപ്രൈസ് എഗ്രീസ് ടു ജോയിൻ ടുഗദർ ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്, ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഓർ മൂവിങ് ഇൻ ടു ന്യൂ മാർക്കറ്റ്, പെർട്ടിക്കുലർലി ഇൻ അനദർ കൺട്രി. എന്തിനാണ് ഇവർ ഒരുമിച്ച് കൂടുന്നത് ചോദിച്ചാൽ, അവരുടെ ബിസിനസ് സ്ഥാപനം വളർത്തുക, പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുക, പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കുക. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് പോയി കച്ചവടം നടത്താൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പുതിയ പുതിയ പ്രോഡക്ട്സ്, നമുക്കിതുവരെ അറിയാത്ത പ്രോഡക്ട്സ് ഇവിടെ ചെയ്യണമെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും രാജ്യത്തുമായി ടൈപ്പ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ജോയിന്റ് വെഞ്ചർ വരുന്നു. പെർട്ടിക്കുലർലി ഇൻ അനദർ കൺട്രി, വേറൊരു രാജ്യത്തുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പഠിക്കാനും ചെയ്യാനും കഴിയുക എന്ന് പറയുന്നതാണ്. അതിന് എക്സാമ്പിളാണ് മാരുതി കമ്പനി ഓഫ് ഇന്ത്യ ആൻഡ് സുസുക്കി കമ്പനി ഓഫ് ജപ്പാൻ ജോയിൻ ടുഗദർ ടു ഫോം മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്. നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അതിന് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പേര് വന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ മാരുതി കമ്പനിയും ജപ്പാനിലെ സുസുക്കിയുമാണ് അത് ഒരുമിച്ച് ചേർന്നപ്പോഴുള്ള ജോയിന്റ് വെഞ്ചറാണെന്ന് നമുക്ക് മനസ്സിലാകണം. ഇനിയും ഇൻ ഇന്ത്യ ദെയർ ആർ നോ സെപ്പറേറ്റ് ലോ ഫോർ ജോയിന്റ് വെഞ്ചർ. പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ജോയിന്റ് വെഞ്ചർ കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ആസ് ട്രീറ്റഡ് ദ സെയിം ആസ് ഡൊമസ്റ്റിക് കമ്പനി. ഡൊമസ്റ്റിക് കമ്പനി, തദ്ദേശീയമായ ആ രാജ്യത്തുള്ള കമ്പനികൾക്കുള്ള നിയമം മാത്രമാണ് ഈ ജോയിന്റ് വെഞ്ചർ. കാരണം ഇതിന് പൈസ മുടക്കുന്നത് മാത്രമേ ഉള്ളൂ വിദേശത്ത് നിന്നുള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കമ്പനിയുടെ മണ്ടയ്ക്ക് എന്ത് നിയമം വെച്ചിരിക്കുന്നു ആ നിയമമാണ് ബാധകം. ഓൾ ജോയിന്റ് വെഞ്ചേഴ്സ് ഇൻ ഇന്ത്യ റിക്വയർസ് ഗവൺമെന്റ് അപ്രൂവൽ ഇഫ് എ ഫോറിൻ പാർട്ട്ണർ ഓർ എ നോൺ റെസിഡന്റ് ഇന്ത്യൻ ഈസ് ഇൻവോൾവ്. ഒരു ജോയിന്റ് വെഞ്ചറിന് അപ്രൂവൽ വാങ്ങണം. എന്തുകൊണ്ടാണ്? ചില സാഹചര്യങ്ങൾ, ഇഫ് എ ഫോറിൻ പാർട്ട്ണർ ഓർ നോൺ റെസിഡന്റ് ഇന്ത്യൻ ഈസ് ഇൻവോൾവ്. അങ്ങനെ ഫോറിൻ പാർട്ട്ണർ, വിദേശത്തുള്ള ഒരു പങ്കാളിയോ നമ്മുടെ നാട്ടിലെ അല്ലാത്ത നോൺ റെസിഡന്റ് ഇന്ത്യൻ, നമ്മുടെ നാട്ടിൽ താമസിക്കാത്തവരായ ആളുകളിൽ നിന്നോ പണം ലഭിക്കുകയാണ് എങ്കിൽ, അതിനകത്ത് ജോയിന്റ് ചെയ്യുകയാണ് എങ്കിൽ അവരെ സ്വാഭാവികമായും അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം. എ ജോയിന്റ് വെഞ്ചർ മസ്റ്റ് ബി ബേസ്ഡ് ഓൺ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻഡ് ബൈ ബോത്ത് ദ പാർട്ടീസ് ഹൈലൈറ്റിംഗ് ദ ബേസിസ് ഓഫ് ജോയിന്റ് വെഞ്ചർ എഗ്രിമെന്റ്. ഒരു എഗ്രിമെന്റ് പ്രകാരമാണ് ഇവർ ഒരുമിച്ച് കൂടുന്നത്. സ്വാഭാവികമായിട്ടും കൂട്ടുകാർക്ക് അറിയാം ലാഭം പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് അവരുടെ ഇടയിലുള്ളതെന്നുള്ള അവർ തമ്മിൽ കരാറുണ്ടാക്കും. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ജോയിൻ ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും ജോയിന്റ് വെഞ്ചർ ക്യാൻ ബി ഫോംഡ് ഇൻ 3 ways, 3 രീതിയിലാണ്. ഒന്ന്, എ ഫോറിൻ ഇൻവെസ്റ്റർ ബൈയിങ് ആൻ ഇൻട്രസ്റ്റ് ഇൻ എ ലോക്കൽ കമ്പനി. നമ്മുടെ നാട്ടിലെ ഒരു കമ്പനിയെ ഫോറിനിലുള്ള ഒരാൾക്ക് ഇഷ്ടം തോന്നുക, അങ്ങനെ വരുമ്പോൾ ഒരു ജോയിന്റ് വെഞ്ചർ ഉണ്ടാകും. എ ലോക്കൽ കമ്പനി അക്വയറിംഗ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ആൻ എക്സിസ്റ്റിംഗ് ഫോറിൻ കമ്പനി. നമ്മുടെ നാട്ടിലെ ഒരു കമ്പനിക്ക് വിദേശത്തെ ഒരു കമ്പനിയുമായി ഒരു ടൈപ്പ് ഉണ്ടാകും. കാരണം നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന കാര്യങ്ങൾ അവർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വളരെ തുച്ഛമായ വിലയ്ക്ക് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനോ ഒക്കെ ആയിട്ട് നമുക്ക് കഴിയുമെന്ന് തോന്നിയപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു കമ്പനി ഫോറിനിലുള്ളൊരു കമ്പനിയായിട്ട് ജോയിന്റ് വെഞ്ചർ ഉണ്ടാകും. ബോത്ത് ദ ഫോറിൻ ആൻഡ് ലോക്കൽ കമ്പനീസ് ജോയിൻ ഫോർ എ ന്യൂ കമ്പനി. ഇവിടെയുള്ള കമ്പനിയും അവിടെയുള്ള കമ്പനികളും തമ്മിൽ ഒരുമിച്ച് ചേർന്നിട്ട് പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നു. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്.
6 അഡ്വാൻറ്റേജസൂടെ പങ്കുവയ്ക്കുമ്പോൾ കൂട്ടുകാർക്ക് ഈ ടോപ്പിക്ക് തീരും. 1. Increased resources and capacity. In a joint venture, the resources and capacity of 2 or more firms are combined, it enabling the joint venture company to grow and expand more quickly and efficiently. The joint venture is able to face market challenges and take advantages of new opportunity. ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പം അവരുടെ വിഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ ശക്തിയും വർദ്ധിപ്പിക്കും. എന്തുകൊണ്ടാണ്? 2 പേര് ഒരുമിച്ച് ചേരുകയാണ്. 2 പ്രബലമായ കമ്പനികൾ ഒരുമിച്ച് ചേർന്നിട്ട് പ്രവർത്തിക്കുമ്പം അവരുടേതായ സോഴ്സസ് വളരെ കൂടുകയും മറ്റുള്ളവരുമായി, അതായത് മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് ബിസിനസ്സുകാരുമായി കിടപിടിക്കാനോ അവരെ തോൽപ്പിക്കാനോ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ പുതിയ പല സംരംഭങ്ങൾക്ക് അവർക്ക് അതിനുള്ള ആസ്തിയും അതിനുള്ള സൗകര്യങ്ങളും ലഭിക്കുകയും ചെയ്യും. 2. ആക്സസ് ടു ന്യൂ മാർക്കറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ്. When a business enters into joint venture with a partner from another country, it opens a vast growing market. They can also take advantages of the established distribution channel of the local partner. വലിയതായി മാർക്കറ്റ് അവർക്ക് കിട്ടുകയാണ്. മറ്റൊരു രാജ്യം, ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിക്ക് ലണ്ടൻ എന്ന് പറയുന്നൊരു സ്ഥലത്തെ കമ്പനിയുമായൊരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ പ്രോഡക്ട്സ് ലണ്ടനിൽ ഇറക്കാനായിട്ട് സാധിക്കും. ഇപ്പം 5 രൂപയ്ക്ക് നമുക്കിവിടെ അരി കിട്ടുമെന്ന് കൂട്ടിക്കോ. ലണ്ടനിൽ അതിന് 25 രൂപയാണെങ്കിൽ 5 രൂപയുടെ അരി കൊണ്ട് അവിടെ സെയിൽസ് നടത്തി നല്ല ലാഭം ഉണ്ടാക്കിയെടുക്കാൻ, അപ്പം മാർക്കറ്റ് വൈഡൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കിട്ടും. ചിലർക്ക് കഴിവുണ്ട്, പക്ഷെ പണം കാണത്തില്ല. അപ്പോൾ കഴിവുള്ളവരെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ പണമുള്ളവന് അതുകൂടെ ലാഭമാക്കി മാറ്റാനായിട്ട് സാധിക്കുമെന്ന് അർത്ഥം. അടുത്തത് 3. ആക്സസ് ടു ലേറ്റസ്റ്റ് ടെക്നോളജി. എപ്പോഴും ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ മാത്രമേ പഠനവിധേയമാക്കി മറ്റൊരാളുടെ സഹകരിച്ച് നിൽക്കുമ്പോൾ മാത്രമേ വലിയ ചെലവില്ലാതെ പുതിയ ടെക്നോളജി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ജോയിൻറ്റ് വെഞ്ചർ ഹെൽപ്സ് ടു യൂസ് ലേറ്റസ്റ്റ് ടെക്നോളജി ഇൻ ദ വേൾഡ്. Advanced technology adds to efficiency and effectiveness in production. This leads to reduction in cost of production. നമ്മുടെ സാഹചര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കുക. അത് സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുന്ന ആളുകളുമായി ഒന്നുകിൽ നമ്മൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജി നമ്മൾ വാങ്ങുക. അപ്പോൾ നമ്മൾ വാങ്ങണമെങ്കിൽ ജോയിൻറ്റ് വെഞ്ചറിലുള്ള ഒരു നല്ല ബിസിനസ് ഫേമിന് അത് വാങ്ങണമെങ്കിൽ ഒരുപാട് ക്യാഷ് ചിലവാകും. അപ്പോൾ ആ ക്യാഷ് ചിലവാക്കാൻ ഇല്ലാത്ത ഒരു കമ്പനി ആണെങ്കിൽ പിന്നീട് ചെയ്യാൻ കഴിയുന്ന ഒന്ന് മാത്രമാണ് നേരെ വലിയൊരു ജോയിൻറ്റ് വെഞ്ചറുമായിട്ട് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇന്നൊവേഷൻ. എവറി മാർക്കറ്റ് ഓൾവേസ് എക്സ്പെക്ട്സ് ന്യൂ ആൻഡ് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ്. ഫോറിൻ പാർട്ട്നേഴ്സ് ക്യാൻ ഈസിലി come up with innovative products because of new ideas and technology. പുതിയ ഐഡിയയും ടെക്നോളജിയും ഉപയോഗിക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള നമ്മളെന്നല്ലാത്ത ഫോറിൻ പാർട്ട്നേഴ്സ്, വിദേശത്തുനിന്ന് മാത്രമല്ല എൻ്റെ അർത്ഥം, എവിടെ ഉണ്ടായിരുന്നാലും നമ്മളല്ലാത്ത ആളുകളുമായിട്ട് ടൈപ്പ് ഉണ്ടാകുമ്പോഴാണ് പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ചിന്താധാരകളും ഒക്കെ ഉണ്ടാകുന്നത്. അതെപ്പോഴും ബിസിനസ്സിന് വളർച്ചയ്ക്ക് സാധ്യമാകും. 5. ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. വെൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഇൻവെസ്റ്റ് India, they benefit largely due to the lower cost of production. India is a country which low cost of raw materials and labor, technically qualified workforce, wider market, etc. Thus, international partners get products of required quality and specification at a much lower cost than what is prevail in the home country. വിദേശത്തുള്ള രാജ്യങ്ങളിൽ റോ മെറ്റീരിയൽസിനും ലേബറിനും ഒക്കെ വളരെ ചിലവ് കൂടുതലായിരിക്കും, വളരെ കോസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പം അവർ നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചാൽ അവർക്ക് തുച്ഛമായ വിലയ്ക്ക് റോ മെറ്റീരിയൽസ് കിട്ടും, ആളുകളെ കിട്ടും, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ബുദ്ധിയുള്ള ആളുകളെ കിട്ടും, വലിയ രാജ്യമായി ഇന്ത്യയിലൊരു വൈഡർ മാർക്കറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ അവർക്കത് കൂടുതൽ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കും ചെറിയ ചിലവിൽ. 6. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ബ്രാൻഡ് നെയിം. When two companies enter into joint venture, one of the parties benefits from the other's goodwill, which has already been established in the market. There is a ready market waiting for the product to be launched. A lot of investment is saved in the process of marketing. ഏതൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് പൈസ ചിലവുണ്ട്.
എന്നാൽ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം വലിയ ചിലവില്ലാതെ ക്വിക്ക്ലി ആളുകളുടെ ഇടയിലേക്ക് അത് വ്യാപിക്കും. അതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ബ്രാൻഡ് നെയിമിൽ കൂടെ നടക്കുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ സിനിമാ നടന്മാരെ വിളിച്ച് കടകൾ ഉദ്ഘാടനം ചെയ്യുന്നത് ചോദിച്ചാൽ അവരുടെ പേരിൻ്റെ കൂടെ, അവരുടെ പടത്തിൻ്റെ കൂടെ, അവരുടെ ടൈറ്റിലിൻ്റെ കൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ പേരൂടെ വളരും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോയിൻറ്റ് വെഞ്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പങ്കുവയ്ക്കാനിടയാകട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.